विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। पिछली कक्षा में हमने एक कहानी पढ़ी थी। कहानी का नाम क्या है? बीर बहूटी। और बीर बहूटी कहानी के मुख्य पात्र कौन कौन है? बेला और साहिल। बेला और साहिल क्या कर रहे थे? कस्बे से सटे खेत में बीर बहूटियों को खोज रहे थे। പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന വയലിൽ ബീർ ബഹൂട്ടിയെ തിരയുകയായിരുന്നു. खोजते वक्त उन्होंने एक आवाज़ सुनी. ആ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരൊരു ശബ്ദം കേട്ടു. क्या थी वो आवाज़? എന്തായിരുന്നു ആ ശബ്ദം? स्कूल में घंटी बजने की आवाज़. क्या था? स्कूल में घंटी बजने की आवाज़. स्कूलिल बेല്ലടിക്കുന്ന शब्दम. तब साहिल ने क्या कहा? तब साहिल ने कहा कि उसको पेन में स्याही भरवानी है. അവന് പേനയിൽ മഷി നിറപ്പിക്കണം. कहाँ से? दुकान से. स्टेशनरी की दुकान से. സ്റ്റേഷനറി കടയിൽ നിന്ന് പേനയിൽ മഷി നിറപ്പിക്കണമെന്ന് സാഹിൽ പറഞ്ഞു. അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? നിങ്ങളതിൻ്റെ നോട്ടൊക്കെ കറക്റ്റായിട്ട് എഴുതിയെന്നും വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നിങ്ങൾ പഠിക്കാൻ ബാക്കി വെച്ചേക്കരുത്. ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുപോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിക്കണം. കുറച്ച് ഭാഗങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നും ഇതുപോലെ കുറച്ചേ പഠിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. വാക്കുകളും അർത്ഥങ്ങളും എല്ലാം ബൈഹാർട്ട് പഠിക്കണം. അതുപോലെ എടുക്കുന്ന പാഠഭാഗങ്ങൾ ഒരു 4-5 ആവർത്തി വായിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കിയാലോ. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा, बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही बची थी उसे भी ज़मीन पर छिड़क दिया, बेला बोली. हम एक बार फिर से देखें. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. ബച്ചി ഥി എന്ന് പറഞ്ഞാൽ ബാക്കി ഉണ്ടായിരുന്നു, അവശേഷിച്ചിരുന്നു. സ്യാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മഷിയാണ് കേട്ടോ. ഉസേ സാഹിൽ നെ ജമീൻ പർ ചിടക് ദിയ. അതിന് സാഹിൽ എന്ത് ചെയ്തു? ജമീൻ പർ ചിടക് ദിയ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ചിടക്ന എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളയുക എന്നാണ്. നൈ സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പहुंचे. പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി രണ്ടുപേരും കടയിലെത്തി. നൈ സ്യാഹി എന്ന് പറഞ്ഞാൽ പുതിയ മഷി എന്നാണ് കേട്ടോ. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. एक पेन स्याही भर दो. ഒരു പേന മഷി നിറച്ചതാ. സാഹിൽ സെ പെഹലെ, സാഹിലിന് മുമ്പ് തന്നെ ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ എന്ന് പറഞ്ഞാൽ സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു, बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. बेटा मीन्स മോനെ. സ്യാഹി की बोतल മഷിയുടെ കുപ്പി അഭി അഭി ഖാലി ഹോ ഗയി ഹെ, ഇപ്പോൾ അങ്ങ് തീർന്നു പോയേ ഉള്ളൂ. ഇപ്പോൾ അങ്ങ് കാലി ആയതേ ഉള്ളൂ. ഖാലി ഹോന എന്ന് പറഞ്ഞാൽ കാലിയാവുക എന്നാണ്. അപ്പോൾ സ്യാഹി മഷി നിറച്ചിരുന്ന കുപ്പി ഇപ്പോൾ അങ്ങോട്ട് കാലി ആയതേ ഉള്ളൂ. अब तो कल ही मिल पाएगी. ഇനിയിപ്പോൾ നാളെയേ കിട്ടുകയുള്ളൂ. लेकिन इसने तो पेन में जो स्याही थी उसे भी ज़मीन पर छिड़क दिया, बेला बोली.
അപ്പോൾ ബേല എന്താ പറഞ്ഞത്? ഇവനിപ്പം പേനയിൽ ബാക്കി ഉണ്ടായിരുന്ന മഷിയും കൂടെ കുടഞ്ഞു കളഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത്രയും മനസ്സിലായില്ലേ? നമുക്കിനി ബാക്കി നോക്കാം. बादल को देखकर खड़े को नहीं ढुलाना चाहिए. दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. अब അത്രയൊന്ന് നോക്കിയേ. ബാദൽ കോ ദേക്കർ ഖടേ കോ നഹി ഢുലാന ചാഹിയെ. മഴക്കാർ കണ്ടിട്ട് മൺകുടം മറിച്ച് കളയരുത്. ഖട എന്ന് പറഞ്ഞാൽ മൺകുടമാണ്. ഢുലാന എന്ന് പറഞ്ഞാൽ മറിച്ച് കളയാന്നാണ്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഓർ പൂച്ച. അപ്പം കടക്കാരൻ ചേട്ടൻ പറഞ്ഞു, എന്നിട്ട് ചോദിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കോൻസീമെ പഠിത്തേഹോ. കോൻസ എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. കോൻസീമെ പഠിത്തേഹോ എന്ന് പറഞ്ഞാൽ കോൻസി കക്ഷാമെ പഠിത്തേഹോ എന്നാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കോൻസീമെ പഠിത്തേഹോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं 5ാം ക്ലാസ്സിൽ. साहिल ने ऐसे बुरे बन से बताया जैसे 5वीं में पढ़ना पाप हो. അപ്പോൾ സാഹിൽ ബുരേ മനസ്സെ ബത്താന എന്ന് പറഞ്ഞാൽ എന്താ? ആകെ മൂഡ് ഓഫ് ആയിട്ട് പറയാന്നാണ്. എന്താ പറഞ്ഞത്? 5वीं. ആ പറച്ചിൽ കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ കുറ്റമാണെന്ന്. ബാക്കി നോക്കിയേ. दोनों दुकान वाले भैया ने कहा, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. പത്രം നോക്കിയേ. ദോനോ രണ്ടുപേരും. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. അപ്പോൾ കടക്കാരൻ ചേട്ടൻ ചോദിച്ചു, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും 5ലാണോ? ഹാ ദോനോ, അതെ രണ്ടുപേരും. ഓർ ഹം ദോനോ കാ സെക്ഷൻ ഭി ഏക് ഹി ഹെ. ഞങ്ങളുടെ രണ്ടുപേരും ഡിവിഷനും ഒന്നാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. ഞങ്ങളുടെ രണ്ടുപേരും ഡിവിഷനും ഒന്നാണ്. ഏതാണ്? എ. ഞങ്ങൾ രണ്ടുപേരും എ ഡിവിഷനിലാണ്. ബേലാനെ ഏസെ ഖുഷ് ഹോക്കർ ബത്തായ. ബേല അത്ര സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ജേസെ യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ. ഇതൊരു വലിയ കാര്യമാണെന്ന മട്ടിൽ വളരെ സന്തോഷത്തോടെ ബേല പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലുമാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി നോക്കിയേ. क्लास में दोनों पास पास बैठते थे. काम्पी में काम करते तो दोनों काम्पी में काम करते थे. किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक ही पढ़ते. साहिल चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. അപ്പോൾ ആ പാരഗ്രാഫ് നോക്കിയേ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് തന്നെ. ക്ലാസ്സിൽ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാംപി മേ കാം കർത്തേ തോ ദോനോ കാംപി മേ കാം കർത്തേ थे. ഈ കാപ്പി എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കാണ്. കാംപി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പി ബുക്കല്ല. കാംപി എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട്ബുക്കാണ്. കാംപി മേ കാം കർണ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്കിൽ എഴുതുക എന്നാണ്. കാംപി മേ കാം കർത്തേ തോ ദോനോ കാംപി മേ കാം കർത്തേ थे. അപ്പോൾ നോട്ട് ബുക്കിൽ എഴുതുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. അത് അങ്ങനെ മാത്രമല്ല, പിന്നെയോ അവർ വായിക്കുന്ന പാഠവും ഒന്നായിരിക്കും. साहिल चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी. അത് അവർക്ക് പഠിക്കാനുള്ള ഒരു പാഠത്തിൻ്റെ പേരാണ്. അപ്പം സാഹിൽ ആ പാഠമാണ് വായിക്കുന്നതെങ്കിൽ ബേലയും ആ പാഠം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ബാക്കി നോക്കിയേ. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാऊं. സാഹിൽ भी कहता ബഹൻജി പാനി പീനെ ചലാ ജാऊं. അപ്പോൾ ബേല വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഉടനെ സാഹിലും പറയും വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. गणित के माच साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. बच्चे उनसे कांपते थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. गणित के माच साहब सुरेंद्र जी का पीरियड खेल खंडी के बाद आता था. ഗണിത് കെ മാത് സാബ്. ഗണിത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമാറ്റിക്സ് ആണ്, കണക്ക്. മാത് സാബ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ, കണക്കിൻ്റെ അധ്യാപകൻ.
സുരേന്ദർ ജി കാ പീരിയഡ്, അദ്ദേഹത്തിൻ്റെ പീരിയഡ് എപ്പോഴാണ്? ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ, ഡ്രിൽ പീരിയഡിന് ശേഷമാണ് എന്ത്? കണക്കിൻ്റെ പീരിയഡ്. ഖേൽ ഖണ്ഡി എന്ന് പറഞ്ഞാൽ ഡ്രിൽ പീരിയഡാണ്. ബच्चे ഉൻസെ കാംപ്തേ ഥേ, കുട്ടികൾ അദ്ദേഹത്തെ കണ്ടാൽ വിറയ്ക്കുമായിരുന്നു. കാമ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയ്ക്കുക എന്നാണ്, ടു ഷിവർ എന്നൊക്കെയാണ് അർത്ഥം. ഓർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹലെ, ഡ്രിൽ പീരിയഡ് തീരുന്നതിന് 2 മിനിറ്റ് മുമ്പേ. 2 മിനിറ്റ് പെഹലെ എന്ന് പറഞ്ഞാൽ ബിഫോർ 2 മിനിറ്റ്സ്, 2 മിനിറ്റ് മുമ്പേ. പെഹലെ ഹി അപ്നി അപ്നി ജഗഹോ പർ ആക്കർ ബൈഠ് ജാത്തേ ഥേ. അപ്പോൾ കണക്ക് സാറിനെ പിള്ളേർക്ക് അത്ര പേടിയായിരുന്നു. അതുകൊണ്ട് ഡ്രിൽ പീരിയഡ് തീരുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് വന്ന് ഇരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? तो गणित पढ़ाने वाले अध्यापक का नाम क्या है? सुरेंद्र जी. सुरेंद्र जी कौन सा विषय पढ़ाते हैं? गणित पढ़ाते हैं. അതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇനി ബാക്കി ഒരു പാരഗ്രാഫ് കൂടെ നമുക്ക് നോക്കാം. सुरेंद्र जी माच साहब इसी पीरियड में काम की जांचते थे. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या छापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. हम एक बार और देखें എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. സുരേന്ദർ ജി മാച്ച് സാബ്, അപ്പോൾ സുരേന്ദർ ജി എന്ന കണക്ക് സാറ് ഇസി പീരിയഡ് മേ കാം പി ജാഞ്ചത്തെ ഥേ, ഈ പീരിയഡിലാണ് നോട്ട് ബുക്ക് ചെക്ക് ചെയ്തിരുന്നത്. കാം പി ജാച്ചന എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യുകയാണ്. സരാസി ഗൽത്തി പർ, സരാസി എന്ന് പറഞ്ഞാൽ ചെറിയ, സരാസി ഗൽത്തി പർ, ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ചെറിയ തെറ്റിന് പോലും ബച്ചോക്കോ ഇതർ ഉദർ ഫേക്ക് ദേത്തേ ഥേ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചിങ്ങോട്ട് എറിയും. യാ ചാപ്പട് മാറിനെ ലഗ്തേ ഥേ, ചാപ്പട് മാറണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് അടിക്കുന്നതിനാണ്. നമ്മൾ കൈ കൊണ്ട് തല്ലുകയല്ലേ, അതിനാണ് ചാപ്പട് മാറണ എന്ന് പറയുന്നത്. ഉനക്കാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ റുക്ന ഭൂൽ ജാത്താ ഥാ, അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ മറന്നു പോകുമായിരുന്നു എന്നാണ് ആ വരിയുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം തല്ലാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ലായിരുന്നു. ഉനക്ക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ രുക്ന ഭൂൽ ജാത്താത്ത, രുക്ന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. അപ്പോൾ നിൽക്കാൻ ഭൂൽ ജാത്താത്ത, ഭൂൽ ജാന എന്ന് പറഞ്ഞാൽ മറന്നു പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ മറന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അദ്ദേഹം അടി തുടങ്ങിയാൽ പിന്നെ അടി തന്നെ അടിയായിരിക്കും, തല്ല് നിൽക്കുകയില്ല. അപ്പം നമ്മൾ ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കിയേ. बेला और साहिल पेन में स्याही भरवाने के लिए സ്റ്റേഷനറി की दुकान पर पहुँचे. ബേലയും സാഹിലും കൂടി പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി സ്റ്റേഷനറി കടയിലെത്തി. दुकान पहुँचने से पहले ही साहिल ने पेन में जो स्याही बची थी उसे ज़मीन पर छिड़क दिया. കടയിലെത്തുന്നതിന് മുമ്പ് തന്നെ സാഹിൽ എന്ത് ചെയ്തു? പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി നിലത്ത് കുടഞ്ഞു കളഞ്ഞു. दुकान पर पहुँचे तो पता चला कि स्याही की बोतल खाली है. കടയിൽ ചെന്നപ്പോൾ മനസ്സിലായി മഷിക്കുപ്പി കാലിയാണ്. तो दुकान वाले भैया ने साहिल से क्या कहा? बादल को देखकर खड़े को नहीं ढुलाना चाहिए. മഴക്കാർ കണ്ടിട്ട് കലം മറിച്ച് കളയരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബിനാ സോച്ചെ കുച്ച് കാം കർണ ഉചിത് നഹി ഹെ, ചിന്തിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നത് നല്ലതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ബാദൽ കോ ദേഖ്കർ ഖടേ കോ നഹി ഢുലാനാ ചാഹിയേ, ഇസ്കാ മത്ലബ് ക്യാ ഹെ? അതായത് മഴക്കാർ കണ്ടിട്ട് കലത്തിലെ വെള്ളം മറിച്ച് കളയരുത്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്താണ് അർത്ഥം നമുക്കറിയാം അല്ലേ? മഴക്കാർ കണ്ടിട്ട് നമ്മൾ പുതിയ വെള്ളം പിടിക്കാൻ വേണ്ടി കലം മറിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്തോണമെന്നില്ല. മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ ഉണ്ടായിരുന്ന വെള്ളവും പോയി, പിന്നോട്ട് നല്ല വെള്ളം കിട്ടിയുമില്ല എന്നായി ഇല്ലേ? കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നായി പോകും. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് നമ്മൾ ഹിന്ദി പറയുക? ബിനാ സോച്ചെ, ആലോചിക്കാതെ, കോയി കാം കർണ ഉചിത് നഹി ഹെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. फिर दुकान वाले भैया ने बेला और साहिल से पूछा कौन सी में पढ़ते हो, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? तब उन्होंने कहा 5वीं में അല്ലേ? और बेला ने कहा हम लोगों का सेक्शन भी एक है, ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്.
बेला और साहिल क्लास में एक साथ बैठते थे. वे दोनों हमेशा एक ही काम करते रहते थे. അവരെപ്പോഴും ഒരേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയോ, പിന്നെ ആരെ പറ്റി നമ്മൾ പറഞ്ഞത്? फिर हमने एक अध्यापक के बारे में पढ़ा. और अध्यापकने पറ്റി പഠിച്ചു. उसका नाम क्या है? सुरेंद्र जी. सुरेंद्र जी कौन सा विषय पढ़ाते हैं? गणित पढ़ाते हैं. बच्चे सुरेंद्र जी से बहुत डरते थे. കുട്ടികൾ സുരേന്ദ്രജിയെ വല്ലാതെ ഭയന്നിരുന്നു അല്ലേ? कापी जांचते वक्त जरा सी गलती पर वे बच्चों को इधर उधर फेंकते थे या छापड़ मारते थे. നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും അടിക്കുകയും ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുക. നോട്ടൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാണാതെ പഠിക്കണം. അർത്ഥങ്ങളും വാക്കുകളൊക്കെ നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. വേറെ ഒരു മാർഗ്ഗവുമില്ല. അതുണ്ടെങ്കിലേ നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ओके, तो हम अगली कक्षा में मिलेंगे. सबको धन्यवाद. अलविदा.